ഇനി നമുക്ക് കുറച്ച് വെള്ളക്കാന്താരിൻ്റെ വിളവെടുക്കാം. ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിൽ നട്ടിട്ടുള്ള വെള്ളക്കാന്താരിൻ്റെ മുളകാണിത്. അപ്പോൾ ഇന്ന് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളകങ്ങ് ഇറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. അപ്പോൾ ഇത് ഒരു തൈ മുളകാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ ഇങ്ങനെ കായ്ച്ച് നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മുറ്റിയത് നോക്കി നമുക്കിങ്ങനെ പറിച്ചെടുക്കാം. എൻ്റെ അടുക്കളത്തോട്ടത്തിലുണ്ടായിരുന്ന വലിയ വലിയ മുളകുകളൊക്കെ ആ മുളകിൻ്റെ മരമൊക്കെ കഴിഞ്ഞ വേനലായപ്പോഴത്തേക്കും അതൊക്കെ അങ്ങ് വാടി കരിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ അതിൽ നിന്നുണ്ടായ കുറച്ച് തൈ പാകി എടുത്തിട്ട് വന്ന മുളക് തൈകളാണ് കേട്ടോ. ഇതിപ്പോൾ ഇച്ചിരി അങ്ങ് മെച്ചമായി. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ മുളകാണിത് കേട്ടോ. ആദ്യത്തെ വിളവെടുപ്പാണ് ഈ തൈ മുളകിൽ നിന്നുള്ള. അപ്പോൾ അതിൽ നിന്നാണ് ഞാനിത് കുറച്ചിങ്ങനെ പറിച്ച് എടുക്കുന്നത്. അപ്പോൾ കരിഞ്ഞു പോയിട്ടുള്ള മുളക് ചെടിയിൽ നിന്നും ഞാൻ കുറച്ച് വിത്തൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാകി ഇങ്ങനെ പഴുത്ത മുളകൊക്കെ പറിച്ചിട്ടേ മാറ്റി വെച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ പാകി വെച്ചിട്ടാണ് ഈ തൈയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ തൈയൊക്കെ നട്ട് ഇപ്പോൾ 2 മാസത്തോളമായി. അപ്പോഴത്തേക്കുമാണ് എനിക്ക് ഈ വിളകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടാണ്ട് വേറെ മുളകളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. നമ്മുടെ സാധാ ചെറിയ കാന്താരിയില്ലേ, ആ കാന്താരിയും പിന്നെ ഉണ്ടമുളകും പിന്നെ വയലറ്റ് നീലമുളകും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്നാണ് ഇപ്പോൾ വിളവ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുക്കളയിലേക്കുള്ള മുളക് പറിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ഇറുത്തെടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വെള്ള ഇനം കാന്താരിക്ക് നല്ലൊരു പ്രത്യേകതയുണ്ട്. എന്ന് വെച്ചാൽ ഇതിൽ കീടങ്ങളൊന്നും അധികം അങ്ങനെ ബാധിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ കീടനാശിനി അങ്ങനെയൊന്നും തളിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഞാനിതിൽ ഇപ്പോൾ കൂടുതലും ചേർത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിന് വളമായിട്ട് കൊടുക്കുന്നത് കടയിൽ നമ്മുടെ പുല്ലൊക്കെ വെട്ടി ചെത്തി വൃത്തിയാക്കൂലേ, അതൊക്കെ ഇങ്ങനെ വാരി അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ അത് കിടന്നാണ് ഇങ്ങനെ വളമായിട്ട് ഇങ്ങനെ മാറാറുള്ളത്. ഇപ്പോൾ ഞാനല്ലാണ്ട് വേറെ വളമൊന്നും അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല. പിന്നെ ഈ വെള്ള കാന്താരി ഉണ്ടല്ലോ, നല്ല എരിവുള്ള ഒരു മുളകാണ് കേട്ടോ. ആ എരിവ് നല്ലൊരു മണമൊക്കെ ഉണ്ട്. പ്രത്യേകമായൊരു മണമാണ് ഇതിന്. ഇത് ഞാൻ എല്ലാ കറികൾക്കും ഇങ്ങനെ ചേർത്ത് കൊടുക്കും. അല്ലാണ്ട് ഉണക്കി പൊടിച്ചുമൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അടുത്ത മുളകിലോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും കൂടി കുറച്ചിങ്ങനെ ഇറുത്തെടുക്കാം. പണ്ട് മുതൽക്കേ ഈ മുളക് കൃഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഹരമാണ് കേട്ടോ. എനിക്ക് വലിയൊരു ഇഷ്ടമാണ് ഈ മുളകൊക്കെ ഇങ്ങനെ കൃഷി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നുണ്ട് കുറേശ്ശെയായിട്ട്. കൂടുതലും കിഴങ്ങ് വിളകളാണ്. പക്ഷേ ഈ മുളകിനോട് എനിക്ക് ഭയങ്കര ഒരു പ്രിയമാണ് കേട്ടോ. അപ്പോൾ ഈ മുളക് ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിൽ നിന്നും അത് ഒഴിക്കാറേ ഇല്ല. ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിളയായിട്ടാണ് മാറിയിരിക്കുന്നത് എൻ്റെ അടുക്കളത്തോട്ടത്തിൽ നിന്ന്. നമ്മുടെ കറികൾക്കൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് കൂടുതലും മുളകാണ്. ഉള്ളി, മുളക് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ മുളക് എന്നും യൂസ് ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ എന്നും വന്ന് നമുക്ക് ഇറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഞാനിങ്ങനെ മുളക് കൃഷി ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കിത് കാട് പോലെ അങ്ങ് ഇത് വളർന്ന് കായ്ച്ച് വരും. പക്ഷെ കൂടുതൽ നമുക്ക് പരിചരണമൊന്നും ഇതിന് വേണ്ട. ഇതിപ്പോൾ എൻ്റെ ഉണ്ടമുളകാണ്. ഇപ്പോൾ ആയി വരുന്നതേ ഉള്ളൂ. ഇതങ്ങനെ മുറ്റിയിട്ടൊന്നുമില്ലേ. അപ്പോൾ ഈ ഉണ്ടമുളകും കൂടാതെ വേറെയും ചില മുളകുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ചെറിയ കാന്താരിയൊക്കെ ഇപ്പോൾ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു കാന്താരിയാണ്. ഇതാണ് ഏറ്റവും ഗുണമുള്ളത്. പിന്നെ നമുക്ക് വയലറ്റ് മുളകുണ്ട്. ഈ വയലറ്റ് മുളകെന്ന് വെച്ചാൽ അത് നല്ലൊരു മണമുള്ള മുളകാണ്. നമ്മൾ കറികളിലൊക്കെ മീൻ കറികളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ നല്ലൊരു മണമാണ് ഈ മുളകൊക്കെ കറികളിൽ, ഉണ്ടമുളക് കറികളിൽ ഇടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു മണവും നല്ലൊരു വാസനയാണ്. അപ്പോൾ ഇന്ന് ഇത്രയും മുളകാണ് ഞാൻ അടുക്കളയിലെ ആവശ്യത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് കൃഷി ചെയ്ത് നോക്കൂ. അപ്പം നമുക്ക് ഇങ്ങനെ കൃഷി ചെയ്താൽ നല്ല വിളവ് കിട്ടുന്ന ഒരിനമാണ് ഈ മുളക് വെള്ളക്കാന്താരി.